നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30, 2025 ബുധൻ. അങ്ങനെ വലിയ നേട്ടം ഇന്ന് നമ്മുടെ മാർക്കറ്റിന് കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ഫ്ലാറ്റായ ഒരു ക്ലോസിംഗ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ദൃശ്യമായി. സെൻസെക്സിനും നിഫ്റ്റിക്കും നേരിയ നേട്ടത്തോടുകൂടി ഇന്നും തുടർച്ചയായി രണ്ടാം ദിനത്തിലും പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗിലേക്ക് നയിച്ചത് പ്രധാനമായും 6 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മുടെ മാർക്കറ്റില് ചെറിയ ക്യാപ്പപ്പോട് കൂടിയ ഓപ്പണിംഗ് ആണ് ദൃശ്യമായതെങ്കിലും അവിടെ നിന്ന് മാർക്കറ്റ് ഫോൾ ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യ വിക്സിലും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ മറികടന്നുകൊണ്ട് L&Tയുടെ ഭാഗത്ത് നിന്ന് വന്ന മികച്ച Q1 ഏർണിംഗ്സിന്റെ ഫലമായി അത് നിക്ഷേപകരുടെ ഇടയിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാൻ സഹായകമായത്. എന്നാൽ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന താരിഫ് സൂചനകളും US ഫെഡ് പോളിസി ഇന്ന് നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷം വരുന്നതിനാലും US ട്രേഡ് ഡീലിന്റെ ഡെഡ് ലൈനിലേക്ക് അടുക്കുന്നത് മൂലവും തുടങ്ങി ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റില് നിക്ഷേപകരെ ജാഗരൂകരും തത്സമയം ആശങ്കാകുലരുമാക്കിയത്. തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിന്റെ ഇന്നത്തെ മൂവ്മെന്റിനെ ബാധിക്കുകയുണ്ടായി. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ, ഓട്ടോ, PSU ബാങ്ക്, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളിൽ തത്സമയം IT, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ സെക്ടറുകളിൽ ഇന്ന് ബൈയിങ് ദൃശ്യമായിരുന്നു. L&T, ടാറ്റ കൺസ്യൂമർ, NTPC, സൺ ഫാർമ, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോർ കോർപ്പ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ബജാജ് ഓട്ടോ, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും നേരിയ നേട്ടത്തോടു കൂടിയിട്ടുള്ള വ്യാപാരമാണ് ദൃശ്യമായത്. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 60 പൈസയുടെ നഷ്ടം നേരിടുകയുണ്ടായി. തൽഫലമായിട്ട് 87.42 എന്ന നിലയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. നിലവിൽ നമ്മുടെ മാർക്കറ്റില് 2 ദിവസമായി തുടർച്ചയായി റാലി ലഭ്യമായെങ്കിൽ കൂടിയിട്ടും നെഗറ്റീവ് തന്നെയാണ്. ഇന്ന് സെൻസെക്സിനും നിഫ്റ്റിക്കും ഫിൻനിഫ്റ്റിക്കൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ബാങ്ക് നിഫ്റ്റിയൊക്കെ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു എന്ന് പറയുവാൻ നിസ്സംശയം സാധിക്കും. ഇന്ന് നമ്മുടെ മാർക്കറ്റിന് മുകളിലേക്ക് പോകാതെയും എന്നാൽ ഒരു പരിധി വരെ താഴേക്ക് പതിക്കാതെയും കാരണമാക്കിയ അഥവാ ഫ്ലാറ്റ് ക്ലോസിംഗിന് സാധ്യമാക്കിയ പ്രധാനപ്പെട്ട 6 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമതായി തന്നെ Q1 ഏർണിംഗ്സിന്റെ ഫലങ്ങൾ തന്നെയാണ്. അതായത് സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ മറികടന്നുകൊണ്ട് L&Tയുടെ ഭാഗത്ത് നിന്നും സർപ്രൈസിംഗ്ലി ബെറ്റർ ആയിട്ടുള്ള Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ റിസൾട്ടും നമ്മൾ ഇന്ന് കണ്ടു. സ്റ്റോക്കിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 5% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റില് നിക്ഷേപകരുടെ ഇടയില് ആത്മവിശ്വാസത്തെ ഒരു പരിധി വരെ വീണ്ടെടുക്കുന്ന കാഴ്ച ദൃശ്യമാവുകയുണ്ടായി. അതിന്റെ ഫലമായി തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പല സെക്ടേഴ്സിലും ഇന്ന് ബൈയിങ് ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയിട്ടും ദൃശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാൻ ഈ ഘടകം സഹായിക്കുകയുണ്ടായി. രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിച്ച മറ്റൊരു ഘടകം ഇന്ത്യ വിക്സ് തന്നെയാണ്. ഇന്ന് പലപ്പോഴും മാർക്കറ്റ് ഇടിയുന്ന അവസരങ്ങളിൽ ഇന്ത്യ വിക്സ് മുകളിലേക്ക് പോയെങ്കിൽ കൂടിയിട്ടും ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ 2.86% ഇടിവ് നേരിടുകയുണ്ടായി. കാരണം ഇന്ന് ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റ്സുകളുണ്ട്. അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നു. ഇന്ന് FOMC മീറ്റിംഗിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട ഔട്ട്കം വരാനിരിക്കുന്നു. തുടങ്ങി ഒട്ടനവധി അതുപോലെ തന്നെ ട്രേഡ് താരിഫിന്റെ ഡെഡ് ലൈൻ August 1 അടുത്തു. ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ മുൻപിൽ നിൽക്കുമ്പോഴും ഇന്ന് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയത് അത് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിലുള്ള വർധനവാണല്ലോ കാണിക്കുന്നത്. സോ ഇതിനെ തുടർന്ന് ഇക്വിറ്റി മാർക്കറ്റ്സിലുണ്ടായ മോശമില്ലാത്ത പെർഫോമൻസിനെ തുടർന്ന് ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ കൂടിയിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ചു. മൂന്നാമതായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാൻ സഹായിച്ചത് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ്.
ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു ഉയരുന്നു. ബ്രന്റ് ക്രൂഡിന്റെയൊക്കെ വില 72 മുകളിലേക്ക് ക്രോസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ ട്രേഡിംഗ് സെക്ഷനൊക്കെ തുടങ്ങിയതിനു ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ പ്രൈസ് ഇടിയുന്ന കാഴ്ചയാണ് കണ്ടത്. 1% നിലവിൽ ഇടിഞ്ഞിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഒരു കുതിച്ചുചാട്ടം ക്രൂഡ് ഓയിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ വലിയ ഒരു ഫോളിൽ നിന്നും കരകയറ്റി എന്ന് തന്നെ പറയുവാനായിട്ട് സാധിക്കും. നിലവിൽ പറഞ്ഞ 3 കാരണങ്ങളും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് പോസിറ്റീവായിട്ട് ബാധിച്ചു. അത് ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് താങ്ങി നിർത്തുവാൻ സഹായിച്ച ഘടകങ്ങളായിട്ട് മാറിയപ്പോൾ 4-മത്തതും 5-മത്തതും 6-മതയും പറയാൻ വേണ്ടി പോകുന്ന ഘടകങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മോശമായി ബാധിച്ച ഘടകങ്ങളാണ്. 4-മതായിട്ട് അതിൽ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ രൂപയിൽ ഉണ്ടായ ഇടിവ് തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 60 പൈസയുടെ നഷ്ടമാണ് ഒരു സിംഗിൾ ഡേയിൽ സംഭവിച്ചിരിക്കുന്നത്. തൽഫലമായി തന്നെ 87.42 എന്ന നിലയിലാണ് ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് ഇന്ത്യൻ രൂപയെ ഇടിവിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു. ട്രംപിന്റെ ഭാഗത്തു നിന്ന് സൂചനകൾ വരികയുണ്ടായി. ഇന്ത്യയുടെ മേൽ 20 മുതൽ 25% എക്സ്പോർട്ട് താരിഫ് ഏർപ്പെടുത്തുമെന്ന്. സോ സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ സൂചന തന്നെയാണ് പ്രധാനമായിട്ടും ഇന്ന് ഇന്ത്യൻ രൂപ ഇടിയുവാനായിട്ട് കാരണം. ഇന്നലത്തെ ഇടിവോടുകൂടി ഇന്ത്യൻ രൂപ 4 മാസത്തെ ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഇന്ത്യൻ രൂപയെ മോശമായി ബാധിച്ച മറ്റൊരു ഘടകം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം യുഎസും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്ന ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ഡീലിനെ തുടർന്ന് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുകയുണ്ടായി. സോ ഈ 2 കാരണങ്ങളാണ് ഇന്ന് ഇന്ത്യൻ രൂപയുടെ ഇത്രയും വലിയ ഒരു ഇടിവിലേക്ക് സിംഗിൾ ഡേയിൽ നയിക്കുകയുണ്ടായത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രൂപയുടെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിൽ ഒന്നുകൂടി സെല്ലിംഗ് വർദ്ധിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് ഇന്ന് ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് കയറാതെ പുറകോട്ട് വലിച്ചിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. 5-മതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിച്ച മറ്റൊരു ഘടകം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ്. ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷനോട് കൂടിയിട്ട് 41,227 കോടി രൂപയ്ക്ക് മുകളില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതുകൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസ് ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച 1.64 ലക്ഷം കോടി രൂപയായിരുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ എങ്കിൽ ചൊവ്വാഴ്ച വന്നപ്പോൾ അത് 1.7 ലക്ഷം കോടി രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. സോ സ്വാഭാവികമായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ആക്ഷൻസ് നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് ഒത്തിരിയേറെ വലിച്ച് ഇഴയ്ക്കുന്നുണ്ട്. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരിക്കലും നമ്മുടെ മാർക്കറ്റിന് ഒരു പരിധിയിൽ കൂടുതൽ പിടിച്ചു നിൽക്കുവാനോ മുന്നോട്ട് പോകുവാനോ സാധിക്കുകയില്ല. 6-മതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ച മറ്റൊരു ഘടകം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് ഇന്ന് രാത്രി 11:30 ഇന്ത്യൻ സമയം പുറത്തു വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയിട്ടും പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് FOMC മെമ്പറും ഫെഡ് ചെയർമാനും മുകളില് പൊളിറ്റിക്കലി പ്രഷർ വളരെ ഹൈ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് വേണ്ടിയിട്ടുള്ളത്. സോ ഇനി എന്തെങ്കിലും ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സൂചനകൾ നൽകുകയോ അല്ലെങ്കിൽ സർപ്രൈസിംഗ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് ആയിട്ട് മാറാം. എങ്കിലും 90% മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ ഇൻട്രസ്റ്റ് റേറ്റുകൾ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നാണ്. ഈ ഒരു കാരണവും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമായി മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 40 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തിലും തത്സമയം UK മാർക്കറ്റ് നഷ്ടത്തിലും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും നിലവിൽ 1% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. തത്സമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയാണ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആഷി ഇന്ത്യ ഗ്ലാസ് Q1 നെറ്റ് പ്രോഫിറ്റിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 76.69 കോടി രൂപയിൽ നിന്നും 54.79 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഇടിയുകയുണ്ടായി. തത്സമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8% ഉയർച്ച രേഖപ്പെടുത്തി. NSDL ഇന്ന് IPO സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആയിട്ടുണ്ട്. 760 രൂപ മുതൽ 800 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ്
പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 18 ഷെയറുകളിലാണ് ഒരു ലോട്ടായി. ഓഗസ്റ്റ് 1 IPO സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആകുന്നത്. L&T നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു. എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തു വന്ന Q1 ഏർണിംഗ്സുകൾ. തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ ഇൻട്രാഡേ ബേസിസിൽ 5% റാലി രേഖപ്പെടുത്തുകയുണ്ടായി. ആക്സിസ് ഗേറ്റ്സ് കമ്പനിയുടെ സബ്സിഡറിക്ക് ഡിഫൻസിന്റെ ഭാഗത്തു നിന്നും 600 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ആധാർ ഹൗസിംഗ് ഫൈനാൻസ് പ്രൊമോട്ടേഴ്സ് 4.4 കോടി രൂപ മൂല്യം വരുന്ന ഷെയറുകൾ 425 രൂപ പെർ ഷെയർ എന്ന നിലയിൽ വിറ്റൊഴിയുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. GNG ഇലക്ട്രോണിക്സ് 50% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ഇന്ന് IPO NSE ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനി ഇറ്റലിയിലെ ഐവിക്കോ ഗ്രൂപ്പിന്റെ ട്രക്ക് ഡിവിഷൻ $4.5 ബില്യൺ മുടക്കി അക്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വാർത്തകൾ പുറത്തു വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിൽ 4%-ലേറെ ഇടിവും ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായിരുന്നു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.